അള്ളാഹു ശിർക്കാക്കിയ ഒരു കാര്യത്തെ ശിർക്കല്ല എന്നൊരുത്തൻ പറഞ്ഞാൽ അവൻ കാഫിറാണ്. യുഖ്രിജു അനിൽ മില്ല, ഈ മതത്തിൽ നിന്ന് അവൻ പുറത്തുപോയി, ഈ മില്ലത്തിൽ നിന്ന് അവൻ പുറത്തുപോയി. ഇതാണ് അതിന്റെ ഗൗരവം, അതിന്റെ കണ്ടന്റ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ സർക്കുലറിന്റെ കോപ്പി നിങ്ങൾക്ക് തരാം, എന്നിട്ട് ഈ സർക്കുലർ തെറ്റാണ്, ഇതിന് പറഞ്ഞത് ശരിയല്ല എന്ന് നിങ്ങൾ പഠിച്ച തൗഹീദിന്റെ അരക്കല്ല് വെച്ചുകൊണ്ട് അരിച്ച് നിങ്ങൾ നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നതനുസരിച്ച് നിങ്ങൾ നിലപാട് സ്വീകരിക്കണം. ഈ ആളുകൾ മാറി നിന്നു, സംഘമുണ്ടാക്കി ഈ സർക്കുലറിനെതിരെ. എന്നിട്ട് അവർ പറഞ്ഞത് എന്താ? അവർ പറഞ്ഞത് ജിന്നിനോടുള്ള സഹായത്തേട്ടം രണ്ട് രൂപത്തിലുണ്ട്. ശരിക്കും നമ്മൾ ഉൾക്കൊള്ളണം. നമ്മൾ ആളുകൾ ചിലർ തെറ്റിദ്ധരിച്ചിരിക്കാം. ജിന്നിനോടുള്ള സഹായം രണ്ട് രൂപത്തിലുണ്ട്. ഏതാ ആ സഹായത്തേട്ടം? ഒന്ന് ശിർക്കാകുന്ന സഹായത്തേട്ടം. അതെന്താ? അള്ളാഹുവിന് മാത്രം ഖാസായ കഴിവുകൾ, ഹിദായത്ത് ചോദിക്കുക, രോഗശമനം ചോദിക്കുക, അതുപോലെ തന്നെ സന്താന സൗഭാഗ്യം ചോദിക്കുക. ഇങ്ങനെ പടച്ചവന് മാത്രം കൊടുക്കാൻ പറ്റുന്ന കാര്യമുണ്ടല്ലോ, അള്ളാഹിന്റെ മാത്രം ഖാസായ കുദറത്തിലുള്ള കാര്യങ്ങൾ. അക്കാര്യങ്ങൾ ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കാണ്. ഇനി രണ്ടാമത്തതോ ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നിനോട്, അഥവാ ജീവനുള്ള, ഹാജറുള്ള, കഴിവുള്ള ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങളിൽ സഹായം ചോദിച്ചാലോ അത് ശിർക്കാവില്ല, പക്ഷെ ഹറാമാണ്. മനസ്സിലാക്കിക്കോ, ശിർക്കാവില്ല പക്ഷെ ഹറാമാണ്, അത് അനുവദനീയമല്ല, അത് ശിർക്കിലേക്ക് പോകാനുള്ള മാർഗമാണ്, പിന്നീട് ശിർക്കിലേക്ക് കൊണ്ടുപോകുന്ന പഴച്ച മാർഗമാണ് എന്നവർ പറയുന്നു. ഇത്ര പോരെ എന്ന് നമ്മൾ വിചാരിക്കുന്നു. പോരാ, ഇത്ര പോരാ. ഇവിടെ ഒരു രോഗി, ആ രോഗിയിൽ റാഖി സംസാരിക്കുമ്പോൾ റാഖിയുടെ കൗലുകളിൽ കടന്നു വരുന്ന വാക്കുകൾ, ആ റാഖിയുടെ വാക്കുകളിൽ കടന്നു വരുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ ചില കാര്യങ്ങൾ അന്വേഷണങ്ങളുണ്ട്, ആ അന്വേഷണങ്ങൾ പാടില്ലാത്തതുണ്ട്, ആ അന്വേഷണങ്ങളിൽ ശരിക്കാവാത്തതുണ്ട്. ഞാനും സമ്മതിക്കുന്നു, റാഖിയുടെ, ഞാൻ അങ്ങനെ തന്നെ പഠിച്ചത്, റാഖിയുടെ ചോദ്യത്തിൽ ശരിക്കാവണം ഉണ്ടാവാത്തുണ്ട്. ഫത്വ വായിക്കി ആ രൂപത്തിലുള്ള റാഖിയുടെ കൗലിൽ ഇങ്ങോട്ട് വരണ്ട. റാഖിയുടെ കൗലിൽ ശിർക്കായതുണ്ട്, ശിർക്കല്ലാത്തതുണ്ട്, ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അംഗീകരിക്കുന്നു. കാരണം എന്താ? ജിന്ന് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യമാണ്, അഭൗതികമാണ്. വേണ്ട, ആ രണ്ട് മലയാള പദം നിങ്ങൾ വെട്ടിയേക്ക്. അതിന് പകരം ഖുർആൻ പറഞ്ഞ, ഹദീസ് പറഞ്ഞ രൂപത്തിൽ നമുക്ക് പ്രയോഗിക്കാം. ജിന്ന് മനുഷ്യനെ സംബന്ധിച്ച് ഗായിബാണ്, തർക്കമില്ലല്ലോ. അദൃശ്യം എന്ന് പറഞ്ഞാൽ എന്തദൃശ്യാണെന്ന് ചോദിക്കും, അഭൗതികം എന്ന് പറഞ്ഞാൽ അഭൗതികത്തെ വ്യാഖ്യാനിക്കും. രണ്ടും മലയാള പദമാണ്. നമ്മൾ എന്തിനാ ഇസ്ലാമിന്റെ സാങ്കേതിക ശബ്ദങ്ങളെ ചർച്ച ചെയ്യാൻ മലയാള ഡിക്ഷണറിയിൽ എഴുതിയ രണ്ട് പദങ്ങൾ കൊണ്ട് നമ്മളിങ്ങനെ നമ്മുടെ സമയം കളയണം? വേണ്ട, ഖുർആൻ പറഞ്ഞ പ്രയോഗം മനുഷ്യനെ സംബന്ധിച്ച് ഗായിബാണ്, അദൃശ്യമായ, മറഞ്ഞവരാണ് ജിന്നുകൾ, ഗായിബീങ്ങളാണ്. ആ ഗായിബീങ്ങളോട് സഹായം തേടുന്നത് ശിർക്കാണ് എന്ന് മാത്രമേ പറയാവൂ. ഇസ്തിആനത്തും ബിൽ ജിന്ന്, അഥവാ റാഖി ആ ബാധയോട് സംസാരിക്കുമ്പോൾ ആ ബാധയാകുന്ന ജിന്നിനോടുള്ള സംസാരത്തിൽ മിൻഹാ മാ ഹുവ ശിർകുൻ വ മിൻഹാ മാ ലൈസ ബിശിർകിൻ, അതിൽ ശിർക്കായതുണ്ട്, ശിർക്കല്ലാത്തതുണ്ട്. അവിടെ റാഖി ജിന്നുമായി ബന്ധപ്പെട്ട് ആ ജിന്നിനോട് ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ, അവിടെ റാഖി ജിന്നുമായി ബന്ധപ്പെട്ട് ആ ജിന്നിനോട് ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ, അവിടെ റാഖി ജിന്നുമായി ബന്ധപ്പെട്ട് ആ ജിന്നിനോട് ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ജിന്നുമായി ബന്ധപ്പെട്ട് ആ ജിന്നിനോട് ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ വിവരമന്വേഷണങ്ങൾ, സംസാരങ്ങൾ, ആ മുഖാത്തബകളിൽ മിൻഹാ മാ ഹുവ ശിർകുൻ വ മിൻഹാ മാ ലൈസ ബിശിർകിൻ, ശിർക്കാണ് എന്ന് മാത്രമേ പറയാവൂ. അത് വസീലത്തു ശിർക്കാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ശിർക്കല്ല എന്നാണ്. സംവാദം കണ്ടവർക്കറിയാം, അത് ഇലാജിന്റെ സമയത്ത് ബാധയോടുമായി സംസാരിക്കുന്ന ആൾ ജിന്നാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ തന്നെ ശിർക്കായതുണ്ട്, വസീലത്ത് ശിർക്കായതുണ്ട് എന്ന് വിശദീകരിക്കുകയാണ് ചെയ്തത്. അവിടെ ചർച്ച ചെയ്തതോ ആ വിഷയം സംവാദം കണ്ടവർക്കറിയാം, അത് ഇലാജിന്റെ സമയത്ത് ബാധയോടുമായി സംസാരിക്കുന്ന ആൾ ജിന്നാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ തന്നെ ശിർക്കായതുണ്ട്, വസീലത്ത് ശിർക്കായതുണ്ട് എന്ന് വിശദീകരിക്കുകയാണ് ചെയ്തത്. അത് ഹറാമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ശിർക്കല്ല എന്നാണ്. അത് ലാ തജൂസ്, അനുവദനീയമല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ശിർക്കല്ല എന്നാണ്. കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സർക്കുലർ എന്താ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികമായ ജിന്നിനോട് അവയുടെ കഴിവിൽപ്പെട്ടതോ അല്ലാത്തതോ ആയ സഹായം ചോദിക്കുന്നത് ശിർക്കും ഹറാമുമാണ്. അത് ഹറാമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ശിർക്കല്ല എന്നാണ്. ജിന്നിനോട് അവയുടെ കഴിവിൽപ്പെട്ടതോ അല്ലാത്തതോ ആയ സഹായം ചോദിക്കുന്നത് ശിർക്കും ഹറാമുമാണ് എന്ന ജംഇയ്യത്തുൽ ഉലമയുടെ ഈ നിലപാടിനെ അവരിന്നും അംഗീകരിച്ചിട്ടില്ല. അവർ സഹായം തേടാന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അവർ തേടണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, തേടേണ്ടതാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അനുവദനീയെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഒരു വസീലത്ത് ശിർക്കും പാടില്ലാത്തതും തെറ്റാണെന്നല്ലേ പറയുന്നത്. പോരാ, ഈ ജിന്നിനോടുള്ള സഹായത്തേട്ടത്തിന് ഒരു വിധിയെ അവർ പറയാവൂ, അത് ഏതാ? ശിർക്കാണ് എന്ന് മാത്രം. അങ്ങനെ അവർ പറയാൻ തയ്യാറുണ്ടെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം
അവരെ ഐക്യത്തിലേക്കും സാഹോദര്യത്തിലേക്കും വിളിക്കും. അങ്ങനെ അവർ പറയാൻ തയ്യാറില്ലാത്ത കാലത്തോളം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇരിപ്പിടങ്ങളോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദികളോ അത്തരം ആളുകൾക്ക് മുജാഹിദ് പ്രസ്ഥാനം തുറന്നു കൊടുക്കില്ല. ചോദ്യം എന്താണ്? കരയിൽ പുഴയിൽ വീണ് മുങ്ങിച്ചാവുന്ന ഒരു മനുഷ്യൻ കരയിലേക്ക് നോക്കിയപ്പോൾ ജിന്ന് നിൽക്കുന്നു. അവൻ കണ്ടു. അതിനോട് ചോദിക്കുക ചെറുക്കാണ്, ചെറുക്കുമല്ല, ഹറാമല്ല, ജായിസാണ്. എന്താ സംശയം? നമ്മുടെ സുലൈമാനെ ചോദിച്ചാൽ കേട്ടാവും. ആരെങ്കിലും പിടിച്ചിട്ടുണ്ടോ? ആരെ അടിക്കുന്നത്? ആരെ വിളിച്ചൂടെ? ഞാനേ വിഷയത്തിലൊരു സത്വത ഞാൻ കുറച്ചുകൂടെ അപ്പൊ ഈ ജിന്നിനെ കണ്ടാക്കി നിന്നെ അത് തോന്നിയിട്ടാണോ വിളിക്കുന്നത്? അവര് സഹായം തേടാന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അവർ തേടണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, തേടേണ്ടതാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അനുവദനീയെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഒരു വസീലത്ത് ശിർക്കും പാടില്ലാത്തതും തെറ്റാണെന്നല്ലേ പറയുന്നത്. പോരാ, ഈ ജിന്നിനോടുള്ള സഹായത്തേട്ടത്തിന് ഒരു വിധിയെ അവർ പറയാവൂ, അത് ഏതാ ശിർക്കാണ് എന്ന് മാത്രം. ഇസ്തിആനത്തും ബിൽ ജിന്ന് അഥവാ റാഖി ആ ബാധയോട് സംസാരിക്കുമ്പോ ആ ബാധയാകുന്ന ജിന്നിനോടുള്ള സംസാരത്തിൽ മിൻഹാ മാ ഹുവ ശിർകുൻ വമിൻഹാ മാ ലൈസ ബിശിർകിൻ, അതിൽ ശിർക്കായതുണ്ട് ശിർക്കല്ലാത്തതുണ്ട്. അവിടെ റാഖി ജിന്നുമായി ബന്ധപ്പെട്ട് ആ ജിന്നിനോട് ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ, അവിടെ റാഖി ജിന്നുമായി ബന്ധപ്പെട്ട് ആ ജിന്നിനോട് ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ, അവിടെ റാഖി ജിന്നുമായി ബന്ധപ്പെട്ട് ആ ജിന്നിനോട് ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ, ജിന്നുമായി ബന്ധപ്പെട്ട് ആ ജിന്നിനോട് ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ അല്ലെങ്കിൽ വിവരമന്വേഷണങ്ങൾ, സംസാരങ്ങൾ, ആ മുഖാത്തബകളിൽ മിൻഹാ മാ ഹുവ ശിർകുൻ വമിൻഹാ മാ ലൈസ ബിശിർകിൻ. പക്ഷെ ശിർക്കല്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ കാഫിറാണ്. കാരണം എന്താ? അള്ളാഹു ശിർക്കാക്കിയ ഒരു കാര്യത്തെ ശിർക്കല്ല എന്നൊരുത്തൻ പറഞ്ഞാൽ അവൻ കാഫിറാണ്. യുഖ്രിജു അനിൽ മില്ല, ഈ മതത്തിൽ നിന്ന് അവൻ പുറത്തുപോയി, ഈ മില്ലത്തിൽ നിന്ന് അവൻ പുറത്തുപോയി. ഇതാണ് അതിന്റെ ഗൗരവം, അതിന്റെ കണ്ടന്റ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവർക്കറിയാം അത് ഇലാജിന്റെ സമയത്ത് ബാധയോടുമായി പിന്നെ സംസാരിക്കുന്ന ആൾ ജിന്നാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ തന്നെ ശിർക്കായതുണ്ട്, വസീലത്ത് ശിർക്കായതുണ്ട് എന്ന് വിശദീകരിക്കുകയാണ് ചെയ്തത്. അവിടെ ചർച്ച ചെയ്തതോ ആ വിഷയ സംവാദം കണ്ടവർക്കറിയാം അത് ഇലാജിന്റെ സമയത്ത് ബാധയോടുമായി പിന്നെ സംസാരിക്കുന്ന ആൾ ജിന്നാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ തന്നെ ശിർക്കായതുണ്ട്, വസീലത്ത് ശിർക്കായതുണ്ട് എന്ന് വിശദീകരിക്കുകയാണ് ചെയ്തത്.